സെൽഫ് ഗോൾ അടിച്ച് മുന്നേറുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ ഒറ്റമുറി വീട്ടിൽ 80 വോട്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഒറ്റമുറിയിൽ 27 വോട്ട്. രാഹുൽ ഗാന്ധി ഇതൊന്നും തിരിച്ചറിയാതെ BJPക്കെതിരെ കുരയ്ക്കുകയാണല്ലോ. ഇതാരെങ്കിലും ഒരാൾ പറഞ്ഞു മനസ്സിലാക്കാൻ വരുമോ? ഈ രാഹുൽ ഗാന്ധി, താങ്കൾ അടിക്കുന്നത് സെൽഫ് ഗോളാണ്, അതിൽ വീഴാൻ പോകുന്നത് തങ്ങളുടെ പാർട്ടിയാണ്, ആദ്യ ഗോള് വീണിട്ടുണ്ടല്ലോ. ആ രീതിയിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി എന്താ മനസ്സിലാക്കാത്തത്? ഒരിക്കലും മനസ്സിലാവുന്ന ഒരു കേസല്ല അത്. അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമായിട്ടുള്ള വ്യായാമം തന്നെ. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ, പട്ടിയുടെ കയ്യിൽ പൊതിയാ തേങ്ങ കിട്ടുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. കാരണം ഭരണഘടന കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിലും ഇതിൻ്റെ സിസ്റ്റത്തിനകത്താണ് താനെന്ന് പറയുകയും ഒക്കെ ചെയ്തെങ്കിലും ഇതുവരെ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മൂപ്പർക്ക് പിടികിട്ടിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. അതിലൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തകരാണ്. ഇവരെ ഇതിനെക്കുറിച്ചൊക്കെ പരിചയം ഉണ്ടായിരിക്കേണ്ട വ്യക്തികളല്ലേ. അവർ ഇത് കേട്ട് ഹാലിളകി എന്തോ വലുത് സംഭവിച്ചിരിക്കുന്നു, ഭൂമി കുലുക്കം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകൻ്റെ നിലവാര തകർച്ച നമുക്ക് മനസ്സിലായി തീരുന്നത്. ഇവിടെ നോക്കൂ, ഇന്ത്യയിലെ 100 കോടി വോട്ടർമാരുണ്ട്. ഈ 100 കോടി വോട്ടർമാരുടെയും അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് ചോദിക്കുകയല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പണി. അന്നും ഇന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന നാൾ മുതൽ ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിനനുസരിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതിലൊരു വിട്ടുവീഴ്ച പോലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് TN ശേഷൻ വരുന്നതിന് മുമ്പാണ്. അന്ന് കോൺഗ്രസ് ബംഗാളിലെ മണ്ഡലങ്ങൾ, ബൂത്തുകൾ പിടിച്ചടക്കിക്കൊണ്ട് ആരെയും അവിടുത്തെ പൊതുജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കാതെ കോൺഗ്രസിൻ്റെ കേഡർമാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചുകൊണ്ടാണ് ഏറെക്കാലം സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അവിടെ വാണിരുന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജ്യോതി ബസു വന്നു, പിന്നെ മമതാ ബാനർജി വന്നു. അതങ്ങനെ പോട്ടെ. അങ്ങനെയായിരുന്നു റിഗ്ഗിങ്ങും ബൂത്ത് പിടിക്കലും ഒക്കെ ആയിട്ട് മഹാകലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ അടക്കി വാണിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പല ഉത്തരേന്ത്യൻ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒഴികെ ബാക്കി കക്ഷികളൊക്കെ വെറും നാമമാത്രമായിരുന്നപ്പോൾ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അതേ നയം തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നു. പക്ഷെ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധി വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകരാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കുറയ്ക്കുന്നതിലൊരു കാര്യമില്ല. എഴുതിയൊരു രേഖാമൂലമായിട്ട് കൊടുത്തിട്ട് ശപഥപത്രം, സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുക്കാൻ ധൈര്യമുണ്ടോ? അതിലാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ധൈര്യം, ചങ്കൂറ്റം, നട്ടല് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനാണ് ധൈര്യം. അല്ലാതെ അവിടെ പോയിട്ട് താൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു MP ആണ്, Z കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പോയി അവിടെ പോയി എന്ത് നാടകം കളിച്ചാലും ഒന്നും ചെയ്യില്ല ആരും എന്നുള്ളത് പുള്ളിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പോലീസുകാർ വന്നാലും പിടിച്ചു കൊണ്ടുപോയി സാറേ കയറെന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അവിടെ പോയി കോഴി ബിരിയാണിയും ഒക്കെ കിട്ടും, ആദരിച്ച് സൽക്കരിച്ചൊക്കെ അങ്ങ് വിടും എന്നും അറിയാം. എന്ത് ധീരതയാണ്! സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ RSSൻ്റെ ഗോൾ വാർക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ട് അറസ്റ്റ് വരികയൊക്കെ ചെയ്ത കാര്യത്തെക്കുറിച്ചൊന്നും ഇയാൾക്കറിയില്ല. പലരും കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നവർ പലരുമാണ് പിന്നെ RSSലേക്കും അതുപോലെ തന്നെ BJPയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയിട്ടുള്ളത്, CPMലേക്കും പോയിട്ടുള്ളത്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പിടിയില്ല. കോൺഗ്രസ് മാത്രമായിട്ട് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തു, അതുകൊണ്ട് തനിക്ക് അവകാശപ്പെട്ടതാണ് ഇന്ത്യ മുഴുവൻ എന്നൊരു ധാരണ വെച്ചുകൊണ്ട് പുലർത്തുന്ന ജനാധിപത്യ ബോധമില്ലാത്ത ഒരു നേതാവ്. അപ്പം തൻ്റെയും കുടുംബത്തിൻ്റെയും പിതൃസ്വത്താണെന്നുള്ളൊരു വിചാരം. അവിടെ കയറി മോദി കയറിയിരിക്കുന്നത്, പ്രത്യേകിച്ചും അദ്ദേഹം ഒരു പട്ടിക വിഭാഗക്കാരനായതുകൊണ്ട് തീരെ പിടിക്കുന്നില്ല. സവർണരായ ഞങ്ങളിരിക്കേണ്ട കസേര ഇവൻ കയറിയിരിക്കുന്നത് എന്തൊരു മര്യാദയത്! അവനെ പുറത്താക്കിയിട്ട് ഇപ്പോൾ അകത്താകണമെന്ന് പല തന്ത്രങ്ങളും പയറ്റി നോക്കി നമ്മുടെ സേനയെ അസ്തവീര്യരാക്കി പാർലമെന്റിനെ ജുഡീഷ്യറിയുടെ സുപ്രീം കോടതിയോട് പോലും ഏറ്റുമുട്ടി പരാജയപ്പെട്ട് കാശ്മീരി ബ്രാഹ്മണരെ നെഹ്റു കാശ്മീരി ബ്രാഹ്മണനാണ്. ആർക്കറിയാം ഇവരുടെയൊക്കെ ജാതകവും ജനിതകവും ആരാ നോക്കാൻ പോയി? എന്നാലും വിവരമില്ല. നെഹ്റുവിന് വിവരമുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ദൗഹിത്രനിൽ വന്നപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിൻ്റെ സിരകളിൽ ഒഴുകുന്ന ഇന്ത്യൻ രക്തമല്ല. കോടതി തന്നെ പറഞ്ഞതാണ്, ഒരു ഭാരതീയൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ അഴുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അതുപോലെ അഴുക്ക് വർത്തമാനങ്ങളാണ് സൈന്യത്തെക്കുറിച്ചും സേനയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ മഹാദേവിലൂടെ അതുവരെ ചോദിച്ചുകൊണ്ട് എന്തേ ഭീകരന്മാരെ പിടിക്കാത്തതെന്നത്, പിടിക്കുക മാത്രമല്ല അവരെ 3 പേരെയും കൊന്നു. ഓപ്പറേഷൻ മഹാദേവയിലൂടെ ഇന്ത്യയുടെ ധീരന്മാരായിട്ടുള്ള പട്ടാളക്കാർ കൊന്നു കഴിഞ്ഞപ്പോൾ അതിന് പകരം അതിൽ ഇന്ത്യക്കാരിൽ ഉണർത്തിയിട്ടുള്ള BJP അനുകൂല വികാരത്തെ തണുപ്പിക്കാനും തകർക്കാനും വേണ്ടി ആസൂത്രണം ചെയ്ത ആറ്റം ബോംബാണ് ഈ ഓപ്പറേഷൻ മഹാദേവപുര എന്ന് പറയുന്നത്. മഹാദേവപുരത്ത് ഒരു 0 നമ്പറിൽ ഒരു വീട്ട് അഡ്രസ്സ് ഉണ്ടായിരുന്നു, വീട്. ആ വീട്ടിൽ
നിന്ന് 80 പേര് അല്ലേ 80 പേര് വോട്ട് ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടി. ഇദ്ദേഹം നേരത്തെ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന ആ മണ്ഡലത്തിലും റായ്ബറേലിയിലും ഏതാണ്ട് ഇതുപോലെ സമാനമായ സംഭവങ്ങളുണ്ട്. അത് അദ്ദേഹം നോക്കിയിട്ടില്ല. സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ കാണാതെ മറ്റൊരു കർണാടകത്തിലെ മണ്ഡലത്തിൻ്റെ കാര്യം കണ്ടെത്താൻ പോയിരിക്കുക അദ്ദേഹം. അപ്പോൾ ഇതൊന്നും തൻ്റെ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക അദ്ദേഹം കണ്ടിട്ടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. തൻ്റെ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം അയാൾ കാണുന്നത്? അവിടെ 0 നമ്പർ വീടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ 0 നമ്പർ വീട് വരുന്നു? സ്വന്തം വീടില്ല. സ്വന്തം വീടില്ലാത്തവർ പിന്നെ ആരുടെ നമ്പർ വെക്കണം? സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഒരു നേതാവിന്റെ മോനാണ് ഇയാളുടെ വീടിന്റെ നമ്പർ വെക്കാൻ പറ്റുമോ? ഇയാൾ ഏതെങ്കിലും വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? അവിടെ നിന്ന് ജയിച്ച അമ്മയും മോനും ഒക്കെ പോരുന്നോ അല്ലാതെ ഒരു വീട് പാർക്കാൻ ഒരു കെട്ടുറപ്പുള്ള വീട് കൊടുത്തിട്ടില്ല. അവിടെയൊക്കെ എങ്ങനെ ജയിക്കുന്നതെന്ന് അറിയാമോ? മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മഹാത്മാഗാന്ധിയുടെ മകളാണ് ഇന്ദിരാഗാന്ധി നോക്കി ആളുകളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അടിയന്തരാവസ്ഥ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരിക്കലും മഹാത്മാഗാന്ധിയുടെ മകളാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പേര് തൊട്ട് പണം വരല്ലേ, തട്ടിപ്പും വെട്ടിപ്പും ഫ്രോഡും, ഞാൻ പത്രം പിടിച്ചെടുക്കുക, കോൺഗ്രസ്സുകാരെ കൂടി വഞ്ചിക്കുക, അങ്ങനെ പിന്നെ ക്വാട്രോച്ചി ആയുധ ഇടപാടിൽ ബൊഫോഴ്സിൽ പിന്നെ സ്പെക്ട്രം ഇടപാടിൽ എത്ര കോടികളാണ്. ചൈനയുമായിട്ട് കരാർ ഒപ്പിട്ട് എത്ര കോടിയുടെയാണ് വാങ്ങിച്ചിരിക്കുന്ന അച്ചാരം. പിന്നെ ജോർജ് സൊറോസ് നമ്മളൊന്നും കാണാതെ രഹസ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ജോർജ് സൊറോസിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മഹാദേവപുരത്തെന്തോ ഒരു മഹാത്ഭുതം കണ്ടുപിടിച്ചതുപോലെ വോട്ടേഴ്സിൽ 0 ഉള്ളത്. റായ്ബറേലിയിലും 0 ഉണ്ട്. ഇവിടെ 80 വോട്ടുകളുള്ള വീട് കണ്ടെങ്കിൽ അവിടെ 27 വോട്ടുകളുള്ള വീട് കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ ഇതൊന്നും അത്ഭുതമല്ല. പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെ വലിയ കുടുംബങ്ങളുണ്ടാവും. കാര്യം എന്താ? 2-3 വിവാഹം കഴിക്കും. ഓരോ വിഭാഗത്തിലും 14 കുട്ടികൾ വീതം കാണും. 14+14+14 അതങ്ങനെ കൂടി വരും. കുടുംബത്തിൽ എല്ലാവർക്കും ഉള്ള സന്താനങ്ങളും എല്ലാം കൂടെ പോകുമ്പോൾ 80 ആവുന്നുള്ളല്ലോ. 80, 100 അതിനപ്പുറവും കടന്നു പോകും. അങ്ങനെയാണ് ഭാരതത്തിൽ 140 കോടി ജനസംഖ്യ ചൈനയെ മറികടന്നത്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയില്ല. അവരുടെ വീട്ടിൽ ആങ്ങളെയും പെങ്ങളും 2 മക്കളും മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളും. അതായത് സോണിയാഗാന്ധിയുടെ കൊച്ചുമക്കൾ. ഇറ്റലിയിൽ ഇങ്ങനെയായിരിക്കും. ഇറ്റലിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതെ, ആ രീതിയിലാണത്. അതല്ല ഇന്ത്യ എന്ന യാഥാർത്ഥ്യം. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതി നെഹ്റു. അദ്ദേഹം ഡിസ്കവർ ചെയ്തിട്ടില്ല ഇന്ത്യ. ആ പുസ്തകം എടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ഇതാണ് ഇന്ത്യ. ഇന്ത്യ എന്താണെന്ന് അറിയില്ല ഈ മനുഷ്യന്. പട്ടായ, തായ്ലൻഡ്, ഇവിടെയൊക്കെയാണ് സന്ദർശനം. അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹത്തിന് അറിയത്തുള്ളൂ, സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുള്ളൂ. ആ ഇന്ത്യൻ ഫാക്ട്സ് അത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. 55 വയസ്സായി. ഇനി എപ്പോഴാണ് ഇന്ത്യയെ തിരിച്ചറിയാൻ കഴിയുന്നത്? ഇനിയിപ്പോൾ കാര്യം സംശയമാണത്. ഇങ്ങനെ തന്നെ വരും. അല്ല, ഇതല്ല സംശയം. അല്ല, ഇന്ത്യയെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സമഗ്രമായിട്ട് മനസ്സിലാക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ പോലും രാഹുലിനെ ചിരിച്ചും കൊണ്ട് പറ്റിക്കുകയല്ലേ അവർ. തൃശ്ശൂർ 40,000 വോട്ട് പോയി. ഇവരെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യയുടെ മണ്ണുമായിട്ട് എഴുതിച്ചേർന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുക. അപ്പോൾ ഇതൊരു അജണ്ടയാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചൊരു പുകമറ സൃഷ്ടിച്ച് മോദിയെ നമുക്കൊന്ന് പുറത്താക്കാം. ഇതല്ല, വേറെ നേരായ വഴികളൊന്നും പറ്റാതെ വന്നപ്പോൾ ഈ കള്ളത്തരം സ്വീകരിച്ചുകൊണ്ട് വ്യാജ ബോംബുകൾ, നുണ ബോംബുകൾ പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാണം കെട്ട് നാണം കെട്ട് കഴിഞ്ഞപ്പോൾ ഇനി അറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അതുപോലെ ഓപ്പറേഷൻ മഹാദേവിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു തിളക്കമാർന്ന വിജയമാണ് ഇനി BJPയെ കാത്തിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും എന്നറിയാം. അപ്പോൾ അതിനൊന്ന് തടയിട്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള ബോധ്യത്തിൽ വന്നിരിക്കുന്നത് സെൽഫ് ഗോളുകളാണ്. ഇനിയിപ്പോൾ ഇത്ര പോലും രാഹുൽ ഗാന്ധിക്ക് ഇനി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ അവസരം ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നില്ല. സഹിച്ചു മടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.